എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ആട്ടുകൊറ്റന്മാരുടെ 12-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കും ഉള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തം 13-ാം വാക്യം രേഖപ്പെടുത്തുന്നു, ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. വേദപുസ്തകത്തിൽ എബ്രായർ 9:11, 12, 13, 14 യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച 4 മേഖലകളെ വെളിപ്പെടുത്തുകയാണ്. 12-ാം വാക്യത്തിൽ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി എന്നേക്കുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് 2 മാസത്തേക്കല്ല, 1 വർഷത്തേക്കല്ല, 6 മാസത്തേക്കല്ല, എന്നേക്കും ഉള്ളൊരു വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് തൻ്റെ രക്തത്താൽ യേശു സാധിപ്പിച്ചു. ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവിന് സംസാരിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യേശുവിൻ്റെ രക്തമാണ്. ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തം. എബ്രായർ 12:24 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എബ്രായരോട് അറിയിക്കുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ രക്തത്തിന്റെ അരികിലാണ്. ആ രക്തത്തിന്റെ വിലയും ആ രക്തത്താൽ ഉണ്ടായ വീണ്ടെടുപ്പുമാണ് എന്നെയും നിങ്ങളെയും ദൈവം മക്കളാക്കി മാറ്റിയത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ശരീരത്തിൽ നാം കാണുന്ന അനവധി അവയവങ്ങളുണ്ട്. ഒരു നഖം പോലും വിലപ്പെട്ടതാണ്. ഒരു വിരൽ പോലും വിലപ്പെട്ടതാണ്. ഒരു വിരൽ ഒന്ന് മുട്ടിമുറിഞ്ഞാൽ അതിൻ്റെ വേദന ആ കാലിനെയും ശരീരത്തെയും മുഴുവൻ ബാധിക്കും. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിലപ്പെട്ടത്, വിലയേറിയത്, ജീവൻ വസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് രക്തമാണ്, ബ്ലഡാണ്. കാരണം ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, മാംസത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിൽ ആകുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് വസിക്കുന്നത്. എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? മാംസത്തിന്റെ ജീവൻ വസിക്കുന്നത് രക്തത്തിലാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയാൽ
നാം പറയുന്നു അവന്റെ ജീവൻ പോയിരിക്കുന്നു. യേശു കർത്താവ് തന്റെ ജീവൻ നമുക്ക് തന്നു എന്ന് നാം പറയുന്നതിന്റെ കാരണം അവന്റെ രക്തം മുഴുവൻ അവൻ നമുക്ക് നൽകിയത് കൊണ്ടാണ്. കാരണം ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ജീവൻ, മാംസത്തിന്റെ ജീവൻ വസിക്കുന്നത്, ഇരിക്കുന്നത് രക്തത്തിൽ ആണ്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ്ഡ്. വൈദ്യശാസ്ത്രം വളരെ മികവുള്ളതാണ്. ഇന്ന് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പക്ഷെ ഒരു സൗഖ്യമുണ്ടായില്ലെങ്കിലും ഡോക്ടേഴ്സിന്, വൈദ്യശാസ്ത്രത്തിന് ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. പക്ഷേ ഒരു ചൈനക്കാരനും റോബർട്ടുകളെ കണ്ടുപിടിച്ച ജപ്പാനിലും ചൈനയിലുമൊക്കെ ഇന്ന് റെസ്റ്റോറന്റുകളിൽ മനുഷ്യരെ ആവശ്യമില്ല പാചകം ചെയ്യാൻ, റോബർട്ടുകളാണ് കുക്ക് ചെയ്യുന്നത്. ഇത്രയും സാങ്കേതിക മികവുള്ള, ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ഓരോ ദിവസവും അഡ്വാൻസ് ടെക്നോളജി, AI-യുടെ കാലത്തിൽ ജീവിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിൽ ജീവിക്കുന്ന ഈ തലമുറയോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടും റോബർട്ടുകളെ കൊണ്ട് ഭക്ഷണം വരെ ഉണ്ടാക്കിച്ച് വിളമ്പാൻ കഴിഞ്ഞിട്ടും ഒരു തുള്ളി രക്തം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? One drop blood. ഒരു ചൈനക്കാരനും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് ബ്ലഡ്. No one can create the blood. Hallelujah. ഒരു മനുഷ്യനും ആർട്ടിഫിഷ്യലായി രക്തം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം മനുഷ്യന്റെ ജീവനെ മനുഷ്യന്റെ മാംസത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ രക്തത്തിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലായി എന്നേക്കുമായി എന്നെയും നിങ്ങളെയും യേശു കർത്താവ് വീണ്ടെടുക്കുവാൻ യേശുവിന് കൊടുക്കേണ്ടി വന്നത്, യേശുവിന് നൽകേണ്ടി വന്നത് പൗണ്ടല്ല, ഡോളറല്ല, റിയാലല്ല, ദിനാറല്ല, ഈ ലോകത്തിലെ ആഭരണങ്ങളോ വസ്തുക്കളോ അല്ല, തന്റെ ജീവൻ, തന്റെ രക്തം, the precious blood he gave us. തന്റെ രക്തത്തെ അവൻ നമുക്ക് വേണ്ടി നൽകുവാനിടയായി. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, മത്തായി സുവിശേഷം 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, നിങ്ങളും ഒരുപക്ഷെ വ്യക്തിപരമായി ഞാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്നിലും നിങ്ങളിലും വെളിപ്പെടുന്ന പാപമാണ്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ പാപം എന്നൊരു സംഗതി ഇല്ലായിരുന്നു. ഒരമ്മ ഒരു കുഞ്ഞിനെ ടവല് കൊണ്ട്, ഒരു ടർക്കി കൊണ്ട്, ഒരു തുണി കൊണ്ട് റാപ്പ് ചെയ്ത് പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ മനുഷ്യനെ ദൈവം പൊതിഞ്ഞു പിടിച്ചിരുന്നത് തന്റെ തേജസ് കൊണ്ടായിരുന്നു, തന്റെ മഹത്വം കൊണ്ടായിരുന്നു. തേജസ്സിൽ നിന്ന് മനുഷ്യനിൽ രോഗമില്ലായിരുന്നു. തേജസ്സിൽ നിന്ന് ആദത്തിലും ഹവ്വയിലും മരണമില്ലായിരുന്നു. തേജസ്സിൽ നിന്ന് മനുഷ്യനിൽ ശാപമില്ലായിരുന്നു. പക്ഷേ പിശാച് അവരെയും കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവം വിലക്കിയതിനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ പാപത്തിലാക്കി. അവരിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ രോഗിയായി,
ശാപഗ്രസ്തനായി, ബന്ധനസ്ഥനായി. അവന്റെ ആയുസ്സിനും അവന്റെ ജീവിതത്തിനും പരിധികളും പരിമിതികളുമായി. പാപം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തേജസ്സായിരുന്നു ഉണ്ടായിരുന്നത്. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കിയാണ് ബൈബിൾ പാപി എന്ന് വിളിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. there is no difference. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി മാറി. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം, രോഗങ്ങൾ പല നിലകളിൽ വരാം, ഞാനതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു ഡെലിവറൻസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ഒരു ഫ്രീഡമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, മനുഷ്യനെ പുറമേ കാണിക്കുന്ന അഭിനയങ്ങളോ വേഷഭൂഷാദികളോ കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നീ രക്ഷപ്പെടൂല. ഹൃദയങ്ങളെ അറിയുന്നവൻ ദൈവമാണ്. ആ ദൈവം പാമ്പിനോട് പറയുന്നു, സ്ത്രീയെ നീ വഞ്ചിച്ചുവെങ്കിൽ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കും. മറിയത്തോട് ദൂതൻ പറയുന്നു, അവൻ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേ. ആ കൈയെ നോക്കി ഞാൻ ചോദിക്കുന്നു, നിന്റെ പാപങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പാപത്തിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ യേശുവിൽ വിശ്വസിച്ചതിന്റെ കാരണം, ഞാൻ യേശുവിനെ ആരാധിക്കുന്നതിന്റെ കാരണം, ഞാൻ എൻ്റെ യേശുവിനെ ഒരു ഭാഗത്ത് ഉയർത്തുന്നതിന്റെ കാരണം, മറ്റാർക്കും എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത കാര്യമാണ് ക്രിസ്തു എന്നിൽ ചെയ്തത്. ഞാനായിരുന്ന സമുദായത്തിനോ, ഞാനായിരുന്ന സഭയ്ക്കോ, ഞാനായിരുന്ന മതസംവിധാനങ്ങൾക്കോ എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യം ക്രിസ്തു എന്നിൽ ചെയ്തു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ വിശുദ്ധീകരിച്ചു. എനിക്കറിയാം, ഇന്ന് ഒത്തിരി പേർ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് സൗഖ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ പറയുന്നു, റൂട്ട് കോസ്, മൂലകാരണം. ഒരു രോഗം കണ്ടുപിടിച്ചാൽ മാത്രമേ ആ രോഗത്തെ ആ ഡോക്ടറിന് ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. എവിടെയാണ് ശത്രു നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് പിശാചിന് കയറുവാൻ നീ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്? എവിടെയാണ് സാത്താന്യ മേഖലകൾ നിന്നെ ഇഞ്ചിഞ്ചായി തീർത്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നിന്റെ തലമുറകളെ പിശാച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ഇന്ന് പകൽ ആത്മതലങ്ങളിൽ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് ഞാൻ പറയാം, ഇതിനെല്ലാം, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിന്റെ രക്തം മറുപടി പറയും. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിന്റെ രക്തം മറുപടി പറയും. യേശുവിന്റെ രക്തം മതിയായതാണ്. കടഭാരത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകുന്ന ദൈവമാണ്, ദേവനാണ് ക്രിസ്തുവെങ്കിൽ, അത് മാത്രമാണ് ക്രിസ്തുവെങ്കിൽ, കടമില്ലാത്തവർക്ക്, സാമ്പത്തികമായി അഭിവൃദ്ധിയിൽ നിൽക്കുന്നവർക്ക് യേശു ദൈവമാകില്ലല്ലോ. സൗഖ്യമാക്കുന്നവനാണ് ക്രിസ്തു. ഞാൻ അവനിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കുന്നു, എന്റെ പ്രതീക്ഷ അത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന കേവലം ഒരു സൗഖ്യദായകനാണ് ക്രിസ്തുവെങ്കിൽ, ആരോഗ്യമുള്ളവന് യേശുവിനെ വേണ്ടല്ലോ. ഇവിടെ രോഗിക്കും രോഗമില്ലാത്തവനും, ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും, ഇവിടെ താഴ്ന്നവനും ഉയർന്നവനും, പണ്ഡിതനും പാമരനും, സകലർക്കും ക്രിസ്തു യേശു ദൈവമാകുന്നത് എവിടെയാണെന്നറിയാവോ? എന്തിലാണെന്നറിയാവോ? അത് രോഗശാന്തിയുടെ കാരണം കൊണ്ടല്ല, അത് കടഭാരം മാറ്റിയത് കൊണ്ടല്ല, എന്റെ പേർ വിളിച്ച് പ്രവചിച്ചത് കൊണ്ടോ,
എന്റെ ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ അല്ല. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് ലീഗ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യനായവൻ. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരിലും പാപമുണ്ട്. പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെയില്ല. പാപത്തിലല്ലയോ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ജന്മ കർമ്മ പാപങ്ങളും ജന്മ കർമ്മ ശാപങ്ങളും ചുമക്കുന്ന പലരും ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ശുഷ്കാന്തി സംബന്ധിച്ച് പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, യഹൂദൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, തോറ ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവൻ, തർസോസുകാരനായ ശൗൽ പറയുന്നു, പൗലോസ് പറയുന്നു, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. എനിക്ക് തോറ മുഴുവൻ അറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പ്രാവചനികമായ ശബ്ദങ്ങൾ, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ ചുരുളുകൾ മുഴുവൻ എനിക്കറിയാം. എന്റെ അകത്ത് ഞാൻ പഠിച്ചതിലും അറിഞ്ഞതിലും ഒരു ശുഷ്കാന്തിയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു സഭയെ തകർക്കുവാൻ, സഭയെ മുടിക്കുവാൻ ശൗൽ, പൗലോസായി മാറിയ ശൗൽ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ മനുഷ്യൻ രക്ഷകനെ കണ്ടെത്തിയപ്പോൾ, വിമോചകനെ കണ്ടെത്തിയപ്പോൾ, വിടുവിക്കുന്നവനെ കണ്ടെത്തിയപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അംഗീകരിച്ചതിന്റെ കാരണം, യേശു എന്റെ ദൈവമായതിന്റെ കാരണം എന്റെ മതങ്ങൾക്കോ എന്റെ മത സംവിധാനങ്ങൾക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഞാൻ വായിച്ചു പഠിച്ച തോറകൾക്കോ എന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞില്ല. പാപിയിൽ ഒന്നാമനായ എന്നെ യേശുവിന്റെ വിലയേറിയ രക്തം, ആ പരിശുദ്ധ രക്തം എന്നെ രക്ഷിച്ചു. Why I am worshiping my God Jesus? Why is my Savior and my Redeemer? He delivered me. He delivered me. Amen. From the sin. Yes. Hallelujah. Hallelujah. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരും പാപികളാണ്. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. അതിൽ മതമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരിലും ശാപങ്ങളും പാപങ്ങളും ഉണ്ട്. പാപികൾക്കായി രക്ഷകനായി ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. Yes. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇതുപോലൊരു കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ, എന്നാലും പറഞ്ഞേച്ചേ പോവുള്ളൂ എന്ന നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 4:11-12 പത്രോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അത് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് Hallelujah. Amen. മറ്റൊരുത്തനിലും Yes. മറ്റൊരുത്തനിലും Yes. നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന മറ്റൊരുത്തനിലും, Amen. ഒരു ദേവന്മാരിലും, ഒരു ശക്തികളിലും, ഒരു മതത്തിലും, ഒരു സംഘടനയിലും നിനക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. Amen. Amen. അതുകൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി. Amen. എനിക്ക് ആ വാക്കായ എബ്രായർ 9:12 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്, വാക്യമാണ്. ഒരിക്കലായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തോ?
യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകിയോ? യേശുവിന്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകിയോ? അത് പാപമില്ലാത്ത രക്തമാണ്. അത് പരിപാവനമായ രക്തമാണ്. അത് പരിശുദ്ധമായ രക്തമാണ്. അത് വീണ്ടെടുത്ത രക്തമാണ്. അത് സംസാരിക്കുന്ന രക്തമാണ്. അത് വിലയേറിയ രക്തമാണ്. അത് പുണ്യാഹ രക്തമാണ്. അത് പൈശാചിക മേഖലകളെ തകർക്കുന്ന രക്തമാണ്. അത് രോഗികളെ സൗഖ്യമാക്കുന്ന രക്തമാണ്. അത് ബന്ധനങ്ങളെ അടിക്കുന്ന രക്തമാണ്. അത് വിമോചനം തരുന്ന രക്തമാണ്. The precious blood of Jesus. Amen. Hallelujah. Oh, I'm feeling the anointing. I'm feeling the anointing. Thank you, Holy Spirit. What's the reason? എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു? Amen. എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ കൂടപ്പിറപ്പെ, എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയാം കർത്താവിനെയും എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളാണ് നീ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ മക്കളോടെന്ന വേണം ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ബൈബിൾ നമുക്ക് തരുന്ന ഒരു സത്യമുണ്ട്, ഒരു ഉപദേശമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എബ്രായർ 9:22 സകലവും രക്തത്താൽ, പറഞ്ഞേ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ശകലമല്ല, ഉറക്കെ പറഞ്ഞില്ല, ശകലമല്ല, ഒരു പാർട്ടല്ല, ഒരു ഭാഗമല്ല, സകലവും സർവവും. മൈ ബോഡി, മൈ സ്പിരിറ്റ്, മൈ സോൾ, my family, my children, everything. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഫ്രീഡം, വിമോചനം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വേദപുസ്തകത്തിൽ, ബൈബിളിൽ രക്തം വീണ പല സ്ഥലങ്ങളുണ്ട്, പല സംഭവങ്ങളുണ്ട്. വേദപുസ്തകത്തിനകത്തെ ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ, ഫസ്റ്റ് ടൈം ഇൻ ദ ബൈബിൾ, ആദ്യമായി ബൈബിളിൽ ആരുടെ രക്തമാണ് ഈ ഭൂമിയിൽ വീണെന്ന് നിങ്ങൾക്കറിയോ? ഹാബേൽ. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ആ ഉത്തരം തെറ്റാണ്. ഹാബേലിന്റെ രക്തം ഏദനിൽ വീഴുന്നതിന് മുൻപ് മറ്റൊരു രക്തച്ചൊരിച്ചിൽ ഏദനിൽ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, ആകെയുള്ളത് ആദവും ഹവ്വയും പിന്നൊരു കയീനും ഹാബേലും ആണല്ലോ, മൊത്തം 4 പേരെ ഉള്ളല്ലോ. പിന്നെ ആരുടെ രക്തമാണ് ഏദനിൽ വീണത്? ആ രക്തം എന്തിന്റെ നിഴലായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ജെനസിസ് ചാപ്റ്റർ 3:21, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. The Lord God made coat of skin and clothed them. Hallelujah. Skin. Amen. ഒരു മൃഗത്തിന്റെ സ്കിന്ന്, തൊലി ഊരി മുഴുവനായി വലിച്ചെടുത്ത് മനുഷ്യനെ ഉടുപ്പിക്കണമെങ്കിൽ ഹാബേലിന് മുൻപേ ആ ഏദനിൽ
ഏതോ ഒരു ആട്ടുകൊറ്റൻ, ഏതോ ഒരു കാളക്കിടാവ് യാഗമായിട്ടുണ്ട്. Amen. 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 Yes. Amen. ഒരു മൃഗത്തെ കൊല്ലാതെ രക്തം പുറത്തു വരാതെ തോലെടുക്കാൻ കഴിയില്ല. Amen. You are not Yes. with me. Yes. Yes. Amen. Hallelujah. Hallelujah. കാരണം ഇപ്പോൾ ആദവും ഹവ്വയും ഉടുത്തിരിക്കുന്ന വസ്ത്രം, പാപം ചെയ്ത മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ട് അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയതുണ്ടാക്കണം. കാരണം ഇല വാടിപ്പോവും. ഇത് തിരിച്ചറിഞ്ഞ ദൈവം, എൻ്റെ അപ്പായുടെ മനസ്സെത്ര വലുതാണ്, മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ വാടിപ്പോകാത്ത ഒന്ന് വേണം. അതിനുവേണ്ടി ആ ഏദനിലുള്ള ഏതോ ഒരു ആട്ടുകൊറ്റനെ, ഏതോ ഒരു കാളക്കിടാവിനെ കർത്താവ് യഹോവയായ ദൈവം അതിനെ യാഗമാക്കി അതിൻ്റെ തോലെടുത്ത് മനുഷ്യനെ ഉടുപ്പിച്ചെങ്കിൽ, മനുഷ്യന്റെ നഗ്നത മാറ്റാൻ, മനുഷ്യനെ കവർ ചെയ്യാൻ, അവനെ ഫ്രീ ആക്കാൻ, അന്ന് അവിടെ ഏദനിൽ ആ രക്തം കൊടുത്ത ആടില്ലേ, അത് യേശുവിന് നിഴലായിരുന്നു. Amen. Yes. Hallelujah. First blood droppings happened there. Amen. Thank you, Holy Spirit of the Lord. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. Genesis chapter 4. ഉൽപ്പത്തി 4, 2, 3, 4, 5 വാക്യങ്ങൾ. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിക്കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്ന് യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഒരു തരത്തിൽ, 2-3 കാരണങ്ങൾ ഇതിനുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്? കാരണം കയീൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചത് വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികളാണ്. നിങ്ങൾ ആരെങ്കിലും കുമ്പളങ്ങ മുറിച്ചപ്പോൾ, തക്കാളിക്ക മുറിച്ചപ്പോൾ രക്തം വന്നായിരുന്നോ? ആരെയും കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. എന്നാൽ ഹാബേൽ അർപ്പിച്ചത് ആട്ടുകൊറ്റനെയാണ്. ശരിക്കും ക്രിസ്തുവിന് നിഴലായി ഒരാട്ടുകൊറ്റൻ അവിടെ എവിടെയൊക്കെ സാക്രിഫിഷ്യൽ ഓഫറിങ്സ്, യാഗങ്ങൾ എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ ബൈബിളിൽ, ആ യാഗങ്ങളെല്ലാം വരുവാനുള്ള ക്രിസ്തുവിന്റെ യാഗത്തിന് ഷാഡോ ആയിരുന്നു, നിഴലായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കഴിച്ച എല്ലാ ആട്ടുകൊറ്റന്മാരും വരുവാനുള്ള പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന് നിഴലായിരുന്നു. അറിവിത്മേ. അതുകൊണ്ടാണ് പൗലോസ്ലീഗ പറഞ്ഞത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. Amen. Amen. രണ്ടാമതായ ഒരു സംഭവം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെനസിസ് ചാപ്റ്റർ 8, ഉൽപ്പത്തി 8, 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ബിക്കോസ് ഓഫ് ടൈം പെട്ടെന്ന് വായിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇടജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂജനങ്ങളൊക്കെയും ജാതി ജാതിയായ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനമെടുത്തപ്പോൾ, ആ വേർഡ് തിരുവനന്തപുരംകാരനെ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് ആ വേർഡിലാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. ആർ യു റെഡി ടു റിസീവ് ദ ഡെലിവറൻസ്? യഹോവ
തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം ദൈവത്തോട് തന്നെ പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. അപ്പോ എന്നാ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? Yes. Amen. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ വിടുതൽ നഷ്ടപ്പെടും. ദൈവം തൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പുതിയ തീരുമാനമെടുക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന തീരുമാനത്തെ മാറ്റുകയാണ്. അറിവിത് മീ? Yes. മനുഷ്യനെ ഇനി ഞാൻ ബ്ലസ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. ഇനി നിങ്ങളുടെ ഭാഷ സംസാരിച്ചോട്ടെ, നിങ്ങളുടെ ഭാഷ സംസാരിച്ചോട്ടെ. ഇനി ഈ കുരുത്തം കെട്ടവന് വേണ്ടി ഒരു നന്മയും ഞാൻ ചെയ്യുകയില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ദൈവ ഹൃദയത്തിൽ ഇവനെ ഇനി അടി കൊടുത്ത് ഒതുക്കുക എന്നുള്ള അല്ലാതെ ഇവനിനി ഒരു നന്മയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്ന് തീരുമാനം എടുത്തിരുന്നവനാണ് ദൈവം. ഇത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ദൈവം ഒരു പ്രളയം അയച്ചത്. ആമേൻ. അതിനകത്ത് കൃപ ലഭിച്ച അനുസരണമുള്ള നോഹയും നോഹയുടെ കുടുംബവും 8 പേർ കയറി രക്ഷ പ്രാപിച്ചു. ഈ മനുഷ്യൻ പെട്ടകമരാരത്തിൽ ഉറച്ചപ്പോൾ നോഹ പെട്ടകത്തിൽ നിന്നും ഇറങ്ങി ഒരു യാഗപീഠം പണിതു. Are you with me? I'm coming to you. Amen. ബൈബിൾ പറയുന്നു, ആ യാഗം, പറഞ്ഞ യാഗം, യാഗം. നോഹ എന്നാ കഴിച്ചേ? യാഗം. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും എടുത്ത് യാഗം കഴിച്ചു. രക്തച്ചൊരിച്ചിലുണ്ടായി. ആ യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ നിലവിൽ ദൈവം തീരുമാനിച്ച തീരുമാനങ്ങളെ മാറ്റിയിട്ട് ദൈവം പറയുന്നു, ഞാൻ ഇനി സകല ജീവികളെ നശിപ്പിക്കത്തില്ല. 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഭൂമിയുള്ള കാലത്തോളവും വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. ഞാൻ ഒരു പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. I'm going to start a new season. I'm going to start a new season. പെട്ടകം അരാരത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന് പുറത്തിറങ്ങിയ നോഹ ആദ്യം ചെയ്തത്, he built a altar. അവനൊരു യാഗപീഠത്തെ പണിതു. ഹല്ലേലൂയ. എല്ലാ മൃഗങ്ങളെ എടുക്കുകയല്ല, ശുദ്ധിയുള്ളവനെ, ശുദ്ധിയുള്ള ആട്, ശുദ്ധിയുള്ള മൃഗം. ആ ശുദ്ധിയുള്ള ആട് എന്റെ കർത്താവായ യേശുവിന്റെ നിഴലായിരുന്നു. Amen. Hallelujah. ഞാനതാണ് പറഞ്ഞത്, എല്ലാ യാഗങ്ങളിലും യാഗപീഠങ്ങളിലും ഞാൻ എന്റെ ക്രിസ്തുവിനെ നിഴലായി കാണുകയാണ്. ഒരിക്കലായി എന്നേക്കുമായി, ഒരിക്കലായി എന്നേക്കുമായി. Amen. അതുകൊണ്ടാണ് യേശുവിനെ സ്നാനപ്പെടുത്തുന്ന പഴയ നിയമത്തിന്റെ അധ്യായമായ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന the Lamb of God. The Lamb of God. നോഹ കഴിച്ച യാഗത്തിന്റെ മുൻപിൽ ദൈവം നിലവിലുള്ള തീരുമാനങ്ങളെ മാറ്റി. Amen. ദൈവം പുതിയ തീരുമാനങ്ങൾ ഹൃദയത്തിലെടുക്കും. Hallelujah. എന്നെ കേൾക്കുന്നോ? Yes.
കാൽവറി ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രൻ, ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായപ്പോൾ നിലവിലുള്ള തീരുമാനങ്ങൾ എനിക്ക് വിരോധവും പ്രതികൂലവുമായി പിശാച് എഴുതിയ കൈയെഴുത്തുകൾ മാഞ്ഞു. പുതിയ തീരുമാനങ്ങൾ Yes. സ്വർഗമെടുക്കുകയാണ്. റബാസ്, എനിക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ Yes. പൈശാചിക കൈയെഴുത്തുകൾ മാറ്റി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി അവയുടെ മേൽ ജയോത്സവത്തെ ദൈവം ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിനക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. Amen. നിലവിലുള്ള എഴുതപ്പെട്ട, പറയപ്പെട്ട, പകരപ്പെട്ട ശത്രുവിന്റെ എഴുത്തുകളെ എന്റെ സഹോദരി സഹോദരന്മാരെ, പ്ലീസ് ലിസൺ ടു മീ. നോഹയുടെ യാഗത്തിന്റെ മുൻപിൽ, നോഹ കഴിച്ച ശുദ്ധിയുള്ള മൃഗങ്ങളുടെ യാഗത്തിന്റെ മുൻപിൽ ദൈവം തന്റെ ഹൃദയത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുത്തതുപോലെ ഒരു പുതിയ സീസൺ, വേനലുള്ള, വർഷമുള്ള, രാവുള്ള, പകലുള്ള, ശീതമുള്ള, ഉഷ്ണമുള്ള ഒരു പുതിയ സീസൺ, ഒരു പുതിയ കാലഘട്ടം തുറന്നതുപോലെ കാൽവറി ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രൻ, Yes. the Son of God, the Lamb of God, Creator of the universe, my Jesus, my Jesus, my Jesus, my Jesus, Lamb of God. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ നിന്ന് ശാപങ്ങൾ മാറുകയാണ്. എന്റെ ചോദ്യം, യാഗം പൂർണ്ണമാകുന്നത് യാഗപീഠത്തിൽ തീ കത്തുമ്പോഴാണ്. പറഞ്ഞ യാഗപീഠത്തിൽ തീ വേണം. തീയില്ലാത്ത യാഗം കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ടാണ് ഇസഹാക്കിന്റെ കയ്യിൽ വലിയ കെട്ട് വിറക് അബ്രഹാം കൊടുത്ത് കത്തിയും തീയും അബ്രഹാം പിടിച്ചു. യാഗത്തിന് യാഗമൃഗം വേണം, വിടുതൽ നടക്കാൻ കത്തിയും തീയും വേണം. വേദപുസ്തകത്തിൽ ഈ കത്തി എന്ന് പറയുന്നതിൻ്റെ ആത്മീക അർത്ഥം വചനമാണ്. ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കായാലും മൂർച്ചയുള്ളതാണ് ദൈവവചനം. വേദപുസ്തകത്തിൽ തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിഴലാണ്. വചനവും പരിശുദ്ധാത്മാവും, വചനവും പരിശുദ്ധാത്മാവും ഇന്ന് ചില യാഗങ്ങളെ ഇതിൽ ഉറപ്പിക്കുകയാണ്. വചനവും പരിശുദ്ധാത്മാവും. ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തണമെന്ന്. ലേവ്യ 6:8 യാഗപീഠത്തിൽ 9 വാക്യം, വേർഡ് 9, അതെ, യാഗപീഠത്തിൽ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കണം. എവറി ടൈം. And the fire of the altar shall be burned in it. Fire, fire, fire. യേശു ക്രൂശിൽ യാഗമായി. ആ യാഗം എപ്പോഴാ കംപ്ലീറ്റ് ആയെന്നറിയാവോ? ആ യാഗം എപ്പോഴാ പൂർണ്ണമായെന്നറിയാവോ? പെന്തിക്കോസ് നാൾ വന്നപ്പോൾ വലിയ കൊടിയ കാറ്റടിച്ചിട്ട് അവരുടെ മേൽ
പിളർന്ന അഗ്നി നാവുകൾ. Yes. Fire. Yes. Hallelujah. That fire is confirmed. The sacrifice of Jesus. Yes. പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നത് വെള്ളമല്ല, പ്രാവല്ല. അവരുടെ മേൽ വെളിപ്പെട്ടു വന്നത് തീയാണ്. തീ, ഫയർ. ആ തീ ക്രൂശിലെ യാഗത്തെ ഉറപ്പിക്കുകയാണ്. Fire. Peter chapter 1 word 18 and 19. 1 പത്രോസ് 1-ാം അധ്യായം 18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വേർഡ് 18. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവരും നോക്കിയേ. ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ് എന്നൊരു വാക്ക് അതിനകത്തുണ്ടോ? ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്. ഫാദർ അല്ല, ഫാദേഴ്സ്, അപ്പന്മാർ. Are you listening me? Yes. എന്ന് പറഞ്ഞാൽ അപ്പന്മാരായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പാരമ്പര്യങ്ങളുടെ മുഖങ്ങളിൽ നിന്നും ചെങ്ങലയിൽ നിന്നും നിങ്ങളെ പൊട്ടിച്ചെടുത്തത് Yes. Amen. Amen. പൊന്നല്ല, വെള്ളിയല്ല, Yes. precious Yes. blood of Jesus. എന്താണ് ഞാൻ ആ കാര്യത്തെ കുറച്ചും കൂടെ ഗൗരവമായി കാണുന്നത്? വിവിധ നിലകളിൽ രോഗങ്ങൾ ഉണ്ടാകാം, പല നിലകളിൽ രോഗം ഉണ്ടാകാം. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? പല നിലകളിൽ രോഗം ഉണ്ടാകാം. കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗം ഉണ്ടാകാം, അതൊരു കാറ്റഗറിയാണ്. 2, ഡിസീസ് എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഡിസോർഡർ എന്ന വാക്കിൽ നിന്നാണ്. ഡിസോർഡർ, ജീവിതത്തിന്റെ ക്രമം തെറ്റുമ്പോൾ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർനെസ്, ജീവിത ശൈലികളുടെ ക്രമം തെറ്റുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉള്ള മധുരം എല്ലാം കൂടെ എടുത്ത് കഴിക്കുക, 4 നേരത്തിന് 5 നേരം കഴിക്കുക. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ലിസൺ ടു മീ. അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന പാലസ് ബ്യൂട്ടിഫുൾ ആണ്. പ്രസിഡൻഷ്യൽ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവർ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. പ്രധാനമന്ത്രി താമസിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന്റെ ഗാർഡൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. പറഞ്ഞേ ഇത് ദൈവം വസിക്കുന്ന വീടാണ്. വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. വേണ്ടേ? ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ശരീരം എന്റെ മന്ദിരമാകുന്നു. എന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നിന്നോട് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല കള്ളടിച്ച് നിന്റെ ലിവർ കളയാൻ. നല്ലതായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഉള്ള കണ്ണി കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നാതിരിക്കുക, മധുരങ്ങൾ കുറയ്ക്കുക. ഇത് ഡയറ്റിന്റെ ക്ലാസ് അല്ല. പക്ഷെ ഇതും ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരണം. കാരണം നല്ലത് പറഞ്ഞു കൊടുക്കാനാ ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ അതിലത്തോട്ട് പോകുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർനെസ് ഉണ്ടായാൽ ഡിസീസുകൾ പെട്ടെന്ന് വരും. ക്രമം തെറ്റിയാൽ, ക്രമം തെറ്റിയാൽ അതിക്രമമാകും. ഒരു കതക് നിൽക്കുന്നത് കൃത്യമായ വിജാവരിയില, ക്രമത്തില, അല്ലേ? അതൊന്ന് കിളന്നാൽ, അതിന്റെ വിജാവരി ഒന്ന് ഇളകിയാൽ പിന്നെ ഇത് സ്മൂത്തായിട്ട് അടയുമോ? നന്നായിട്ട് തുറക്കാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കരയിലൂടെ യാത്ര ചെയ്യുന്നതിൽ, ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിൽ
എനിക്ക് ഏറ്റവും യാത്രാ സുഖം ഞാൻ അനുഭവിക്കുന്ന വാഹനം ട്രെയിനാണ്, മെട്രോയാണ്, ട്രെയിനാണ്. കാരണം ഇത് കൃത്യമായ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ഈ കൃത്യമായ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനകത്തിരിക്കാൻ ഒരു സുഖമുണ്ട്, കൃത്യമായ ട്രാക്കിലൂടെ പോകുന്ന സഭയ്ക്കകത്തിരിക്കാൻ ഒരു സുഖമുണ്ട്, കൃത്യമായ ട്രാക്കിലൂടെ പോകുന്ന വീട്ടിലിരിക്കാൻ. ഞാനൊരിക്കൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെല്ലാം കൂടെ എവിടെ പോകാൻ നിൽക്കുമ്പോഴാണ് ലോക്കോ പൈലറ്റ് ഇങ്ങനെ തല പുറത്തോട്ടിട്ട് സിഗ്നൽ നോക്കുമ്പോൾ പുള്ളിയുടെ കയ്യിൽ 2 ഇംഗ്ലീഷ് പേപ്പർ, ന്യൂസ് പേപ്പർ, ദ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും 2 പത്രം പുള്ളിയുടെ കൈ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി പുള്ളി ട്രെയിൻ ഓടിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് പത്രവും നോക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് സിഗ്നലും അതിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കാരണം ഇത് ട്രാക്കിലാണ്. കാർ ഓടിക്കുന്നവരാണ് നിങ്ങൾ. കാർ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പത്രം നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അടുത്ത ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ കാണും. നെക്സ്റ്റ് ഡേ ന്യൂസ് പേപ്പറിനകത്ത് ഫ്രണ്ട് പേജിൽ നിങ്ങൾ കാണും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പം രോഗം പല നിലയിൽ വരാം. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം രോഗം ഉണ്ടാകാം. 2, നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ നമ്മൾ മര്യാദ പുലർത്തിയില്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാം. 3-മത്തതാണ് എനിക്കിന്ന് കൈകാര്യം ചെയ്യാനുള്ളത്. 3-മത്തതും 4-മത്തതുമായ കാര്യം, ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്. പാരമ്പര്യ രോഗങ്ങൾ. നിങ്ങൾ ഒരു നെഞ്ചിനൊരു അസ്വസ്ഥതയുണ്ടായി ഒരു കാർഡിയോളജിസ്റ്റിനെ, ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിച്ചാൽ, കണ്ടാൽ, അദ്ദേഹം ECG എടുത്തിട്ട് വേരിയേഷൻ കണ്ടാലോ വേരിയേഷൻ കണ്ടില്ലെങ്കിലോ ഒരു ചോദ്യം നല്ലൊരു കാർഡിയോളജിസ്റ്റ് നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടോ? നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ഡയബറ്റീസ് കൂടി നിൽക്കുകയാണെങ്കിൽ അവരുടനെ ചോദിക്കും, വീട്ടിൽ അപ്പനോ അമ്മയ്ക്കോ അപ്പാപ്പന്മാർക്കോ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ? ഞാൻ ഒരിക്കൽ എൻ്റെ ചർച്ചിലുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്? പുള്ളി പറഞ്ഞത് ഇതാണ്, ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, എൻ്റെ അപ്പനോ അമ്മയ്ക്കോ വീട്ടിൽ ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയെ അങ്ങ് വിടാം. അല്ല, ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ഇവര് പറയും, എല്ലാ 6 മാസം കൂടിയിരിക്കുമ്പോഴും എല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പ് നടത്തണം. എന്ന് വെച്ചാൽ ഇന്നല്ലേ നാളെ നിനക്കിത് വരാം. ഏർലി സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പം അതൊരു ഉറപ്പിക്കുന്ന കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര കേസുകളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എത്ര 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 സംഭവങ്ങൾ. ഹല്ലേലൂയ. ഇതിന്റെ കാരണം ഞാൻ പറയാം. ഡെമോണിക് 18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീയെ യേശു ദേവാലയത്തിൽ വെച്ച് നോക്കുമ്പോൾ അവളെ മുന്നോട്ട് വിളിച്ച് കൈവച്ച് അവളെ നിവർത്തി നിർത്തുമ്പോൾ പരീശന്മാരും പള്ളിയിലിരുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു, ഇവൻ ശബത്ത് ദിവസത്തിൽ എന്തിനവളെ സൗഖ്യമാക്കി? നാട്ടുകാരുടെ കണ്ണിൽ, പരീശന്മാരുടെ കണ്ണിൽ, നോക്കുന്നവരുടെ കണ്ണിൽ അവൾക്ക് ഡിസ്കിന് കംപ്ലൈന്റാ, കൂനയാ, ഡിസ്കിന്റെ പ്രോബ്ലമാ. പക്ഷെ യേശു പറഞ്ഞു, കഴിഞ്ഞ 18 വർഷമായി അബ്രഹാമിന്റെ മകളായി ഇവളെ സാത്താൻ ബന്ധിച്ചിരുന്നു. ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? നാട്ടുകാരുടെ കണ്ണിൽ, പരീശന്മാരുടെ കണ്ണിൽ അത് ഡിസ്കിന്റെ കംപ്ലൈന്റാ.
പക്ഷെ യേശു നോക്കുമ്പോൾ 18 വർഷമായി സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുകയാണ്. Amen. ചെവി കേൾക്കാൻ വയ്യാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോ യേശു ചെവി തുറക്കട്ടെ, ഇവൻ സംസാരിക്കട്ടെ എന്നല്ല പറഞ്ഞേ, ഊമനും ചെകിടനുമായ ആത്മാവേ, സ്പിരിറ്റ്, ആത്മാവേ, ഇവനെ വിട്ടുപോ. It is a spirit, the spirit of infirmity, the spirit of sickness. ഈ സാധനം സ്കാനിങ് തെളിയൂല. ഇത് ഡിമോണിക് ആണെങ്കിൽ ഇത് MRI പിടിക്കാൻ പറ്റില്ല, ഇത് CT സ്കാനിങ് കിട്ടൂല, Yes. ഇത് എക്സ്റേ തെളിയൂല. ഇത് പിടിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്, അത് കർത്താവിന്റെ കരമാണ്. പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എന്താണ് രോഗമെന്ന് അറിയുന്നില്ല, വിഷയം മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നും പ്രശ്നമാ, എന്നും ആരോഗ്യ പ്രശ്നമാ, എന്നും പ്രതിസന്ധിയാ. ഇന്ന് പകൽ യേശുവിന്റെ രക്തം അതിനെ ഡീൽ ചെയ്യുകയാണ്. I'm telling true. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഒരു ചെറുപ്പക്കാരന്റെ ക്യാൻസർ സൗഖ്യമായ ടെസ്റ്റ് മണി ഞാൻ കേട്ടു. ഞാൻ പേഴ്സണലി ആ മകനോട് സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. വർക്കലയിൽ നിന്ന് ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ, വർക്കല ഇവിടെ അടുത്തുള്ള സ്ഥലം, അവരുടെ ഉണ്ടോന്ന് തന്നെ അറിഞ്ഞുകൂടാ. എൽഷദായ് ചർച്ചിൽ വർക്കലയിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്താവോ? തിരുവനന്തപുരത്തല്ല, കൊട്ടാരക്കരയിൽ വർക്കലയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഒരമ്മ ഈ വായിക്കകത്ത് ക്യാൻസറുമായി ഞാൻ പറഞ്ഞത് ഒത്തിരി പറയാനുണ്ട്, ഒരെണ്ണം പെട്ടെന്ന് മൈൻഡിൽ വന്നോണ്ടങ്ങ് പറയുക. വായിക്കകത്ത് ക്യാൻസറുമായി പ്രാർത്ഥിക്കാൻ വന്നു. ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഒരു ഞണ്ടിനെ, ഒരു ക്രാബിനെ എടുത്തിങ്ങനെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇവിടെ എല്ലാം വിണ്ട് പൊട്ടിയിരിക്കുകയാണ്, വെള്ളം ഒഴുകുകയാണ്. പ്രാർത്ഥിക്കാൻ വന്നു. വർക്കലയിൽ നിന്ന് വരുന്നൊരു അമ്മയാണ്. അമ്മയുടെ പിറകിൽ ആ അമ്മയെ മറക്കാൻ കഴിയാത്ത നിലയിൽ ഒരു ചരിത്രമുണ്ട്. ഓഗസ്റ്റ് 15 മീറ്റിങ്ങിന് 101 പേരെ വർക്കലയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. Amen. Amen. Hallelujah. നിങ്ങൾ ഓർമ്മയുണ്ടോ പാസ്റ്റർ? വർക്കല തന്നെയല്ലേ? എത്ര പേരെ അവർ കൊണ്ടുവന്നു? 101 പേരെ. എനിക്ക് തോന്നുന്നു 2017-18 ഓഗസ്റ്റ് 15 നടന്ന മീറ്റിങ്ങിലാണ്. ബാബു ബ്രദറൊക്കെ അതിന്റെ സാക്ഷിയാണ്. 101 പേരുമായി ഒരു അമ്മ വന്നു ചർച്ചിൽ. അതെന്തോന്ന് ഞാൻ പറയാൻ പോവാ. അപ്പൊ ഈ അമ്മ പ്രാർത്ഥിക്കാൻ അടുത്തു വന്നു. പ്രാർത്ഥിക്കാൻ ആ മീറ്റിങ്ങിൽ അടുത്തു വന്നപ്പോ എനിക്ക് എൻ്റെ ആത്മാവിൽ പിടികിട്ടി, ഇത് ഡിമോണിക് ആണ്. ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, മറ്റാർക്കെങ്കിലും ഇതേ പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ? മിണ്ടാൻ വയ്യ. ഇടറുന്ന ശബ്ദത്തിൽ ആ അമ്മ അന്നേരം അവിടെ നിന്ന ദൈവദാസനോട് പറഞ്ഞു, എൻ്റെ അണ്ണൻ എന്നാ പറഞ്ഞേ, എൻ്റെ അണ്ണനും എൻ്റെ അമ്മയും വായിൽ ക്യാൻസർ വന്നാണ് മരിച്ചത്. പുള്ളിക്കാരിയുടെ അമ്മയും ജ്യേഷ്ഠനും, അണ്ണനും അമ്മയും വായിൽ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഇതേ പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അമ്മ അരികിൽ നിർത്തിയിട്ട് ഞാൻ ഇത്രേ പറഞ്ഞോളൂ, അമ്മേ, ഒരിക്കലായി എന്നേക്കുമായി സകല പാരമ്പര്യ ശക്തികളിൽ നിന്നും വീണ്ടെടുക്കുന്ന യേശുവിന്റെ രക്തത്തിൽ, കാൽവറി യാഗത്തിൽ അമ്മ വിശ്വസിക്കുന്നു. നിറകണ്ണുകളോടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിന്നപ്പോ തലേ കൈ വെച്ചില്ല. വെക്കുന്നതിന് മുമ്പ് തന്നെ നിലത്ത് കിടന്നടിച്ച് ഇളകി മറിഞ്ഞ് ആ മെലിഞ്ഞുണങ്ങിയ സ്ത്രീ തന്നാണോ ഇതെല്ലാം കാണിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും. 3 പേര് പിടിച്ചിട്ട് കൈ നിൽക്കാതെ മറിഞ്ഞ് ഉരുണ്ടടിച്ച് ആ അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞപ്പോഴാണ് ഓഗസ്റ്റ് 15 ഞങ്ങളുടെ
മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ് കൊട്ടാരക്കരയിൽ നടക്കുന്നേ. അപ്പൊ ഞാൻ അന്നത്തെ മീറ്റിംഗിൽ നിന്നോണ്ട് ചോദിച്ചു, ഇന്ന് ചർച്ചിൽ പുതുതായി വന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. ഒരുപാട് പേര് കൈപൊക്കി. കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഈ ചർച്ചിലുള്ള മറ്റാരെങ്കിലും, ഞാൻ ചിലരോട് സുവിശേഷം പറഞ്ഞ് അവരെയും കൂടെ വിളിച്ചോണ്ടാണ് വന്നത്, കുറച്ചു പേരെ മറ്റു ചിലരെയും കൂടെ ഞാൻ ചർച്ചിൽ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള സഭാവിശ്വാസികൾ കൈപൊക്കാൻ പറഞ്ഞു. 4-5 പേരാണ് കൈപൊക്കിയത്. പക്ഷേ ന്യൂ കമേഴ്സിനകത്ത് ഭയങ്കര വർധനവ്. അവരെ കൊണ്ടുവന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവ്. 4-5 പേരെ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ആളുകൾ പുതുതായി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിൽ 10-ലധികം ആളുകളെ ചർച്ചിലേക്ക് കൊണ്ടുവന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. ഒരെണ്ണവും കൈപൊക്കിയില്ല. അങ്ങ് ആ തൂണിന്റെ സൈഡിൽ ഈ അമ്മ നിന്നിങ്ങനെ കൈപൊക്കി എന്നെ ഇങ്ങനെ കൈ കാണിക്കാൻ ഉത്സാഹപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് ആ അമ്മച്ചയല്ലേ, മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യമായും അവർ നടന്നടുത്ത് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കിയത് ഈ കവിളിലേക്കാണ്. എനിക്ക് ആ ചുവന്ന തടിപ്പ് അവിടെ കാണാൻ കഴിഞ്ഞില്ല. രണ്ട് ശ്രദ്ധിക്കണം, അടുത്ത ദിവസത്തിൽ ഇവർക്ക് നിങ്ങളുടെ ഈ പട്ടണത്തിൽ തന്നെയുള്ള ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അവർക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അവർ കൊണ്ടുപോയി ചെക്ക് ചെയ്തു, വീണ്ടും ടെസ്റ്റ് ചെയ്തു, വീണ്ടും സ്കാൻ എടുത്തു. ബ്ലഡ് റിപ്പോർട്ട്സിനകത്തും ക്യാൻസർ സെല്ലുകൾ ഇപ്പോൾ ഇല്ല എന്ന റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു. 3 ഈ റിപ്പോർട്ടുമായി, ഈ മെഡിക്കൽ റിപ്പോർട്ടുമായി ഇവർ വർക്കലയിലുള്ള ഇവരുടെ ബന്ധുക്കാരുടെ വീട്ടിലും കോളനിയിലും മുഴുവൻ കയറിയിറങ്ങി. ഈ ഹൈന്ദവയായ 3 ആഴ്ച മാത്രം ക്രിസ്തുവിനെ പരിചയമുള്ള, 3 ആഴ്ച മാത്രം യേശുവിനെ പരിചയമുള്ള ഈ അമ്മ വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു, ജീവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഇതെന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. യേശു എന്നെ സൗഖ്യമാക്കി. ബോബി ബ്രദറെ, ഇവർക്കറിയാവുന്ന സംഭവമാണ്. അവരുടെ നാട്ടിൽ നിന്ന് ഈ ഓഗസ്റ്റ് 15-ാം തീയതി പ്രാർത്ഥനയ്ക്ക് വരാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 50 രൂപ, 10 രൂപ, 100 രൂപ ഒക്കെ കളക്ഷൻ എടുത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ വിളിച്ചും ജീപ്പ് വിളിച്ചും 101 പേരെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുകയാണ്. സൗഖ്യമായ ഈ സ്ത്രീ അണ്ണനെയും കൊണ്ടുപോയി, അമ്മയും കൊണ്ടുപോയി. പക്ഷേ യേശുവിന്റെ രക്തം എന്റെ മേൽ വന്നതിനാൽ അതിന് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇന്ന് പകൽ ഈ രക്തത്തിന്റെ ശക്തി തിരിച്ചറിയുന്നവർ ആ കൈകൾ അടിച്ചൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ? നിനക്കിതിന്റെ വില അറിയോ? നിനക്കിതിന്റെ മഹത്വം അറിയോ? ഇതിനകത്തിരിക്കുന്ന എന്നോട് എന്റെ ഹൃദയത്തിൽ ആത്മാവ് ഇടപെടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആരുടെയൊക്കെ ഉള്ളത്തിൽ നിൽക്കുന്ന മരണഭയങ്ങൾ, രോഗഭയങ്ങൾ, എന്റെ ശരീരത്തിൽ എന്തോ ഉണ്ട്, എന്തോ കുഴപ്പമുണ്ട് എന്ന് നിന്റെ അകത്തുണ്ടാകുന്ന തോന്നൽ, എന്റെ അപ്പന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായത് എനിക്ക് സംഭവിക്കുമോ എന്നുള്ള നിന്റെ ഭയം, ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട താങ്കൾ ഇപ്പോൾ ആ പഴയ ഫാമിലിയിലല്ല, ആ പഴയ ചെങ്ങലയിലല്ല. You are delivered, you are separated, you are free in the name of Jesus and the precious blood of the Lord. You're not there. ഇന്ന് യേശുവിന്റെ രക്തത്താൽ വിമോചനം പ്രാപിക്കാത്തവർ, രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ സ്വീകരിക്കണം. രണ്ടാമതായി, വിശ്വാസികളൊക്കെ എന്നെ ഒന്ന് നോക്കിയേ. ഓൾ ദ ബിലീവേഴ്സ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നിത്യതയിലെത്തുമ്പോൾ, in heaven many things are there. Angels are there. Yes. Elders are there. Yes. Father God is there. Amen. Jesus Christ is there.
creatures are there, Amen. seraphims are there, Gabriel is there, Michael is there. Are you with me? Amen. അവിടെ ദൂതന്മാരുണ്ട്, Amen. മാലാഖമാരുണ്ട്, Amen. മൂപ്പന്മാരുണ്ട്, ഗബ്രിയേലുണ്ട്, മീഖായേലുണ്ട്, ജീവികളുണ്ട്, വേറെ 24 മൂപ്പന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, 14,000 ഗിറ്റാർ വായിക്കുന്ന വീണ മീട്ടുന്ന വൈകണ്യമാരുണ്ട്. മെനി പീപ്പിൾ ആർ ദേർ. അവരുടെ ഇടയിൽ ഹൗ വി ക്യാൻ ഐഡന്റിഫൈ അവർ ജീസസ് ഇൻ ഹെവൻ? സ്വർഗത്തിൽ നമ്മൾ യേശുവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? I will read one word. Revelation chapter 19, word 11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവർ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. 13-ാം വാക്യം. അവന്റെ പ്ലീസ് 15-ാം വാക്യം. അവന്റെ കണ്ണ് അഗ്നിജ്വാല, അവന്റെ തലയിൽ രാജമുടികൾ. ഇനി 13-ാം വാക്യം നോക്കിയേ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ. Amen. അവൻ രക്തം തളിച്ച ബ്ലഡ് സ്പോട്ടുകളുള്ള ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ആ ബ്ലഡ് സ്പോട്ടുള്ള ഉടുപ്പ് ധരിച്ച ക്രിസ്തുവിനെ കാണുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഈ രക്തമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. Amen. Hallelujah. Stand on your feet and close your eyes. I am a sinner. ഞാനൊരു പാപിയാണ് കർത്താവേ. പല പാരമ്പര്യ ശാപങ്ങളിലും ബന്ധനങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ രക്തം, അങ്ങയുടെ വിലയേറിയ രക്തം, അങ്ങയുടെ വീണ്ടെടുക്കുന്ന രക്തം, അങ്ങയുടെ സംസാരിക്കുന്ന രക്തം എനിക്കായി ഇന്ന് പകലിൽ ഇടപെടണമേ. അങ്ങയുടെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ രക്തത്തിൽ എന്നെ കഴുകണമേ. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, ക്രിസ്തുവിനായി ജീവിപ്പാൻ, ആ രക്തത്തിൻ്റെ വിലയിൽ ആ വിലയേറിയ കർത്താവിനെ ആരാധിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അങ്ങയുടെ വഴിയിൽ ജീവിപ്പാൻ, അങ്ങയുടെ രക്തത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ളവർ അഭിമാനത്തോടെ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായി ഉയർത്തിപ്പിടിച്ച്, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവരുടെ കൈ ഉയർത്തിപ്പിടിച്ച്, നോട്ട് ഓൾ ദ ഹാൻഡ്, എല്ലാ കൈകളുമല്ല. എനിക്ക് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഈ യേശുവിനായി ജീവിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. എനിക്ക് യേശുവിനായി ജീവിക്കണം. അവരുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാം. Father, I thank you, Jesus. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ മുമ്പിൽ വന്നവർ, ഇനിയും ആരെങ്കിലും മുന്നിൽ വരാനുണ്ടെങ്കിൽ അവർക്ക് It's a miracle. Amen.